Practical profile consistent with the profile of gravity dam. അതായത് ഗ്രാവിറ്റി ഡാമിന്റെ പ്രൊഫൈലുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓഗി സ്പിൽവേയുടെ പ്രാക്ടിക്കൽ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫിഗർ ഉണ്ട്. ആസ് ഇൻ ദ ഫിഗർ, when the profile for the crest of Augie spillway is plotted over triangular profile of the section of a gravity dam, that is known overflow section. നമ്മൾ ഈ ഓഗി സ്പിൽവേയുടെ ക്രെസ്റ്റിന്റെ പ്രൊഫൈലിനെ ഗ്രാവിറ്റി ഡാമിന്റെ ട്രയാങ്കുലർ പ്രൊഫൈൽ ഉണ്ടല്ലോ, ഗ്രാവിറ്റി ഡാമിന്റെ സെക്ഷന്റെ ട്രയാങ്കുലർ പ്രൊഫൈലിന് മുകളിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് it goes beyond the downstream phase of the dam, requiring thickening of the section for spillway. That is, when profile for crest of spillway is plotted over triangular profile of the section of a gravity dam, triangular profile of the section of a gravity dam. നമ്മള് ഓഗി സ്പിൽവേയുടെ ക്രെസ്റ്റിന്റെ പ്രൊഫൈലിനെ ഗ്രാവിറ്റി ഡാമിന്റെ സെക്ഷന്റെ ട്രയാങ്കുലർ പ്രൊഫൈലിന് മുകളിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Profile it goes beyond downstream phase of dam. It goes beyond downstream phase of other dam in the downstream phase in വെളിയിൽ വരുന്നു profile, which thus requiring thickness of section for spillway. അപ്പോൾ എന്ത് വേണം? Requires thickness of section for spillway. അപ്പോൾ നമ്മൾ ഓഗി സ്പിൽവേയുടെ ക്രെസ്റ്റിന്റെ പ്രൊഫൈലിനെ ഗ്രാവിറ്റി ഡാമിന്റെ സെക്ഷന്റെ ട്രയാങ്കുലർ പ്രൊഫൈലിന് മുകളിലോട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? ഡാമിന്റെ ഡൗൺ സ്ട്രീമിനേക്കാളും വെളിയിലോട്ട് പോകുന്നു എന്ന് മനസ്സിലാവും. എന്ത്? ഓഗി പ്രൊഫൈല് ഡാമിന്റെ ഡൗൺ സ്ട്രീമിന് ബിയോണ്ട് ആയിട്ടാണ് വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? സ്പിൽവേയുടെ സെക്ഷന് തിക്കനിങ് വേണം. സ്പിൽവേ സെക്ഷൻ റിക്വയർസ് തിക്കനിങ്. So this extra concrete can be saved by shifting the curve of nappe in a, നമ്മൾ ഈ പ്രൊഫൈല് വെളിയിൽ പോകുന്നതുകൊണ്ടാണ് പറയുന്നത് സ്പിൽവേ സെക്ഷന് തിക്കനിങ്ങിന്റെ ആവശ്യമുണ്ട്. So this extra concrete required can be saved by shifting the curve of nappe in a backward direction until curve becomes tangential to downstream face of the dam. അപ്പോൾ നമ്മൾ ഈ തിക്കനിങ് ഓഫ് സ്പിൽവേ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കോൺക്രീറ്റിന്റെ ആവശ്യമുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ എക്സ്ട്രാ കോൺക്രീറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ കോൺക്രീറ്റ് can be saved by, എങ്ങനെ സേവ് ചെയ്യാം? ഷിഫ്റ്റിംഗ് ദ കർവ് ബാക്ക്വേർഡ്സ്. കർവിനെ ബാക്ക്വേർഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം until it becomes tangential to downstream face of dam. Until tangential to downstream face of dam. അതായത് സ്പിൽവേയുടെ പ്രൊഫൈൽ കർവ് ഡാമിന്റെ ഡൗൺസ്ട്രീം ഫേസുമായിട്ട് ടാൻജൻഷ്യൽ ആവുന്നത് വരെ ആ കർവിനെ നമ്മൾ ബാക്ക്വേർഡ്സ് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ എക്സ്ട്രാ കോൺക്രീറ്റിന്റെ ആവശ്യം നമുക്ക് സേവ് ചെയ്യാം. സോ ദി എക്സ്ട്രാ കോൺക്രീറ്റ് ക്യാൻ ബി, hence a saving can thus be affected by providing a projecting corbel on the upstream face of spillway section. അപ്പോൾ എന്ത് ചെയ്യാം? provide projecting corbel on
upstream face of spillway section. Upstream face of spillway section. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓഗി പ്രൊഫൈലിനെ ഗ്രാവിറ്റി ഡാമിന്റെ സെക്ഷന്റെ ട്രയാങ്കുലർ പ്രൊഫൈലിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ, ഗ്രാവിറ്റി ഡാമിന്റെ സെക്ഷന്റെ ട്രയാങ്കുലർ പ്രൊഫൈലിന്റെ മുകളിൽ കൊണ്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓഗിയുടെ പ്രൊഫൈല് ഡാമിന്റെ ഡൗൺ സ്ട്രീം ഫേസിന്റെ വെളിയിൽ പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സ്പിൽവേ സെക്ഷന് തിക്കനിങ്ങിന്റെ ആവശ്യമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ തിക്കനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കോൺക്രീറ്റിന്റെ ആവശ്യം വരും. അപ്പൊ ഈ എക്സ്ട്രാ കോൺക്രീറ്റ് എന്നുള്ള റിക്വയർമെന്റ്, എക്സ്ട്രാ കോൺക്രീറ്റ് എന്നുള്ളതിനെ നമുക്ക് സേവ് ചെയ്യാം. എങ്ങനെ? ഈ പ്രൊഫൈൽ, ഈ കർവിനെ, അതായത് ഓഗി പ്രൊഫൈൽ കർവിനെ നമ്മൾ ബാക്ക്വേർഡ്സ് ഷിഫ്റ്റ് ചെയ്യണം. സോ ദാറ്റ് it will be tangential to downstream face of the dam. ഇപ്പോൾ ഓഗി പ്രൊഫൈൽ കർവിനെ നമ്മൾ ബാക്ക്വേർഡ്സ് ഷിഫ്റ്റ് ചെയ്യുക. ഡൗൺസ്ട്രീം ഫേസുമായിട്ട് ടാൻജൻഷ്യൽ ആവുന്നത് വരെ ബാക്കിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ എക്സ്ട്രാ കോൺക്രീറ്റിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? വി നീഡ് ടു പ്രൊവൈഡ് എ പ്രൊജക്റ്റിംഗ് കോർബൽ ഓൺ ദി അപ്സ്ട്രീം ഫേസ് ഓഫ് സ്പിൽവേ സെക്ഷൻ. അപ്പൊ സ്പിൽവേ സെക്ഷന്റെ അപ്സ്ട്രീം ഫേസിലോട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു പ്രൊജക്റ്റിംഗ് കോർബല് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ആ ഹൈറ്റ് ഓ, ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, ഹൈറ്റ് ഓ എത്തുന്നത് വരെ ചെറിയ മോഡിഫിക്കേഷൻസ് ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ടാണ് കോർബല് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സ്മൂത്ത് കർവ് OCA ആസ് ഇൻ ഫിഗർ ഇസ് ഒബ്റ്റൈൻ. അപ്പൊ ഒരു സ്മൂത്ത് കർവ് OCA നമുക്ക് അവിടെ കിട്ടും. ഫിഗറിൽ നോക്കുമ്പോൾ മനസ്സിലാവും. The construction of spillway is carried out as if it is an overflow dam. Spillway construction എന്ന് പറയുന്നത് ഓവർഫ്ലോ ഡാം എന്നുള്ള രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. Spillway construction നോൺ ഓവർഫ്ലോ ഡാം പോലെയാണ് ചെയ്യുന്നത്. Spillway construction non-overflow dam എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. Now, if the spillway is provided with gates on upstream face to control flow in the outlet conduits, then corbel will interfere with gate operation and conduit saving cannot be affected. If spillway is provided with gates, concrete saving cannot be affected. നമ്മള് സ്പിൽവേയുടെ അപ്സ്ട്രീം ഫേസിൽ ഔട്ട്ലെറ്റ് കോൺഡ്യൂട്ട്സിലോട്ടുള്ള ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കോൺക്രീറ്റ് സേവിങ് പറ്റില്ല. അപ്പൊ ഗേറ്റ്സ് ഇല്ലാത്ത കേസിൽ മാത്രമേ ഇങ്ങനെ കോർബൽ കൊടുത്ത് കോൺക്രീറ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രാക്ടിക്കൽ പ്രൊഫൈല് പറയുന്നത് എന്താണ്? നമ്മുടെ സ്പിൽവേയുടെ പ്രൊഫൈലിനെ, അതായത് ഓഗി സ്പിൽവേയുടെ ക്രെസ്റ്റിന്റെ പ്രൊഫൈലിനെ ഗ്രാവിറ്റി ഡാമിന്റെ ട്രയാങ്കുലർ സെക്ഷന് പുറത്ത് വയ്ക്കുമ്പോൾ ഡൗൺ സ്ട്രീം ഫേസിന്റെ വെളിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ, അങ്ങനെ അതിന്റെ അർത്ഥം എന്താണ്? സ്പിൽവേ സെക്ഷന് തിക്നെസ് കൂട്ടണം. അപ്പൊ തിക്നെസ് കൂട്ടാന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കോൺക്രീറ്റ് വേണം. അപ്പൊ അത് എക്കണോമിക്കൽ അല്ലാതാവും. അപ്പൊ ഈ എക്സ്ട്രാ കോൺക്രീറ്റ് കൊടുക്കാത്ത നമുക്ക് അതിന് എക്സ്ട്രാ കോൺക്രീറ്റിന്റെ റിക്വയർമെന്റ് സേവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഈ പ്രൊഫൈൽ, സ്പിൽവേയുടെ പ്രൊഫൈലിനെ നമുക്ക് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ടാൻജൻഷ്യൽ ടു ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ദ ഡാം. ഡാമിന്റെ ഡൗൺ സ്ട്രീം ഫേസുമായിട്ട് ആ കർവ് ടാൻജൻഷ്യൽ ആവുന്നത് വരെ അതിനെ നമ്മൾ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ എക്സ്ട്രാ കോൺക്രീറ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്സ്ട്രീം ഫേസിൽ ഒരു പ്രൊജക്റ്റിംഗ് കോർബൽ കൊടുക്കേണ്ടി വരും. ഇവിടെ സ്പിൽവേ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നോൺ ഓവർഫ്ലോ ഡാം പോലെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ അപ്സ്ട്രീം, സ്പിൽവേയുടെ അപ്സ്ട്രീമിൽ നമ്മൾ ഔട്ട്ലെറ്റിലോട്ടുള്ള ഫ്ലോ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഗേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? ഈ കോർബല് ഗേറ്റ് ഓപ്പറേഷനുമായിട്ട് ഇന്റർഫിയർ ചെയ്യും. കോർബല് ഗേറ്റ് ഓപ്പറേഷനുമായിട്ട് ഇന്റർഫിയർ ചെയ്യും. അപ്പൊ നമുക്ക് കോർബല് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ കോൺക്രീറ്റ് സേവിംഗ് ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗേറ്റ് ഇല്ലാത്ത കേസിലാണ് കോൺക്രീറ്റ് സേവിംഗ് ചെയ്യാൻ
പറ്റുന്നത്. ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് പ്രൊഫൈലിന് വെളിയിൽ പോകുന്നതും കോർബിൽ കൊടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഓഗി സ്പിൽവേയുടെ പ്രൊഫൈൽ എങ്കിൽ, അതായത് HA ഉണ്ട്, head due to velocity of approach, HE if total energy head, design head HD and total head H, then head H, that is distance measured vertically from water surface to the crest axis. എല്ലാം തന്നിട്ടുണ്ട്. HA, HD, H and HE. Upstream TL ഉം upstream water level മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ discharge is given by Q is equal to C into LE into HE raised to 3 by 2. Q is equal to C into LE into HE raised to 3 by 2, where Q is the discharge, C എന്ന് പറയുന്നത് coefficient of discharge, C is coefficient of discharge, HE എന്ന് പറയുന്നത് total head over the crest including energy head, total head over crest including energy head, then LE എന്ന് പറയുന്നത് effective length of spillway, effective length of, പ്രോബ്ലം ഒന്നും ചെയ്യണ്ട, ഈ ഫോർമുല ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഡിസ്ചാർജ്, ഓഗി സ്പിൽവേയുടെ ഡിസ്ചാർജ് തരുന്ന ഫോർമുല Q is equal to CLE HE raised to 3 by 2. C is the coefficient of discharge, LE എന്ന് പറയുന്നത് effective length of spillway and HE is the total head over crest including energy head. Now next is effective length of spillway. സ്പിൽവേയുടെ ഇഫക്റ്റീവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? Effective length is given by the formula LE is equal to L minus 2 times N into Kp plus K into He, where L is net clear length of spillway crest, net clear length of spillway crest, Kp pier contraction coefficient, pier contraction coefficient, then Ka abutment contraction coefficient, abutment contraction coefficient, N is the number of piers, and H is the total energy head. അപ്പോൾ effective length LE is given by L minus 2 times NKP plus Ka into He, where L is the net clear length of spillway crest, Kp is the pier contraction coefficient, Ka is the abutment contraction coefficient, number of piers capital N, and total energy head He. അപ്പോൾ ഇങ്ങനെയാണ് ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് Q is equal to CLE HE raised to 3 by 2. പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് ഈ ഫോർമുല അറിഞ്ഞിരുന്നാൽ മതി.